2025 തുടക്കത്തിൽ കേരള PSCയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കേരള എക്സൈസ് ആൻഡ് പ്രോഹിബിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷനാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 743/2024 ജില്ലാ അടിസ്ഥാനമായിട്ട് വിളിച്ചിരിക്കുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ്. ഇവിടെ ഗസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2024 ലാസ്റ്റ് ഡേറ്റ് 29/1/2025 ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് കേരള എക്സൈസ് ആൻഡ് പ്രോഹിബിഷൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി സ്കെയിൽ ഓഫ് പേ പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. നമ്പർ ഓഫ് വാക്കൻസി ഇവിടെ ആന്റിസിപ്പേറ്റഡ് വാക്കൻസി എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന മറ്റൊന്ന് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് ഇവിടെ അപ്പോയിൻമെന്റ് നൽകുന്നത്. അടുത്തത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 31 വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. കൃത്യമായിട്ട് ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2/1/1993 മുതൽ 1/1/2005 ആ ഒരു വർഷം പറയുന്നത്. അതായത് ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവരായിരിക്കണമെന്നാണ് പറയുന്നത്. ജനറൽ കാറ്റഗറിയുടെ കേസിലാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് മസ്റ്റ് ഹാവ് പാസ് ദ +2 എക്സാമിനേഷൻ ഓർ ഇസ് ഇക്വാലന്റ് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഇക്വാലന്റ് ഏതൊക്കെയാണെന്ന്, ഇതിനോട് ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെല്ലാമാണ് ഇതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് കാണാനും പറ്റുന്നതാണ്. ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 165 സെൻറ്റിമീറ്റേഴ്സ് ഇൻ ഹൈറ്റ് ആൻഡ് 81 സെൻറ്റിമീറ്റേഴ്സ് റൗണ്ട് ദ ചെസ്റ്റ് വിത്ത് എ മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റേഴ്സ്. In case of candidates belongs to the scheduled caste and scheduled tribes, the minimum height shall be 160 centimeters and the minimum chest measurement shall be 76 centimeters with the minimum expansion of 5 centimeters. ഇനി അതിൻ്റെ കാഴ്ച അതുപോലെ തന്നെ മറ്റ് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് നമുക്കിത് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപേക്ഷിക്കാൻ പാടുള്ളൂ. ഐസൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്റ്റൻറ്റ് വിഷൻ 6/6 നെലൻ 6/6 നെലനാണ് രണ്ട് കണ്ണിലും പറയുന്നത്. പിന്നെ നിയർ വിഷൻ എന്ന് പറയുന്നത് 0.5 സ്നെലൻ 0.5 സ്നെലനാണ് രണ്ട് കണ്ണിലും പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച ശേഷം അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കേരള PSCയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു കാറ്റഗറി നമ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് വിളിച്ചിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. കാറ്റഗറി നമ്പർ 743/2024 നമ്മുടെ കാറ്റഗറി നമ്പർ. ലാസ്റ്റ് ഡേറ്റ് 29/1/2025 അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്കുള്ള വാക്കൻസിയാണ്. അത്യാവശ്യം വാക്കൻസിക്കുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ ധാരാളം പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.